തൃശൂർ കുന്നംകുളത്ത് സ്റ്റേഷനിൽ പോലീസ് മർദ്ദനമേറ്റ സുജിത് VS-നെ സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വീട്ടിലെത്തിയാണ് സുജിത്തിനെ VD സതീശൻ കണ്ടത്. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർ ആരും കാക്കി വസ്ത്രമണിഞ്ഞ് ജോലി ചെയ്യില്ലെന്ന് VD സതീശൻ പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യത്തെ പ്രതികരണം വന്നത് തൃശൂർ DIGയുടെയാണ്. നടപടി എടുത്തു കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അതാണ് നീക്കമെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് അതിനോട് പ്രതികരിക്കും. സമയബന്ധിതമായി എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കണം. അതുവരെ ഞങ്ങൾ സമരങ്ങൾ നടത്തും. ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ, ഞാൻ അത് തന്നെ വീണ്ടും അടിവരയിട്ട് പറയുന്നത്, ഇതുവരെ പ്രതികരിക്കാത്ത രീതിയിലേക്ക് കേരളത്തിൽ ഇനി ഒരു കുഞ്ഞിനും ഇതുപോലത്തെ ഒരു ചെറുപ്പക്കാരൻ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്തോ, കൊലക്കുറ്റം ചെയ്തോ, ഡ്രഗ് അബ്യൂസ് ചെയ്തോ, എന്തു വൃത്തികേട് ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ളത് അത് ഇതോടുകൂടി അവസാനിക്കണം. ഈ കാക്കി വേഷം ധരിച്ച് അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവർ കരുതണ്ട. സൂരജ് സജി തൃശ്ശൂരിൽ ചെയ്യുന്നു. സൂരജ്, ഇതൊരു ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള സർക്കാരിനുള്ള ആയുധമാക്കാൻ തന്നെ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നത് ഉറച്ച തീരുമാനമാണ്, ഉറച്ച ആവശ്യമാണ്. എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? സുഹൈൽ, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സമരമുഖത്താണ് യൂത്ത് കോൺഗ്രസ് ഉള്ളത്. ഈ പോലീസുകാരുടെ വീട്ടിലേക്കടക്കം യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ നിന്ന് മാറുന്നു എന്നുള്ളതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് തന്നെ ഈ സമരമുഖത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ പ്രതിപക്ഷ നേതാവ് ഇന്ന് സൂചിപ്പിച്ചതിന്റെ ഒരു രത്നച്ചുരുക്കമായി നമുക്ക് പറയാൻ കഴിയുക. അദ്ദേഹം പറയുന്നത്, അതായത് ഇതുവരെയും കോൺഗ്രസ് കാത്തു. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇത് സംബന്ധിച്ചുള്ള ഒരു നടപടി, അത് കർശനമായ ഒരു നടപടി വേണം. ഇവർ സർവീസിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സർവീസിൽ തുടരുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു തനത് ശൈലിയുണ്ട്. ആ ശൈലിയിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു സമരമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അത് സമരം മാത്രമാകണം എന്നില്ല, അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശൈലിയിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് കൂടി പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് സുജിത്തിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായും സുജിത്തുമായെല്ലാം സംസാരിച്ചതിന് ശേഷമായിരുന്നു ഈ പ്രതിപക്ഷ നേതാവിന്റെ വൈകാരിക പ്രതികരണം ഉണ്ടാകുന്നത്. നാളെ, അതായത് 10-ാം തീയതി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ സമരത്തിനാണ് തൃശ്ശൂരിൽ ഈ ആസൂത്രണം ചെയ്തിരിക്കുന്ന. ഈ പോലീസുകാരുടെ വീടുകളിലേക്കും പോലീസ് സ്റ്റേഷനുകളിലേക്കും അടക്കം ശക്തമായ സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകാനിരിക്കുന്നു. നടപടി അടിയന്തരമായി വേണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം ആവശ്യപ്പെടുന്ന. സുഹൈൽ, എന്തായാലും ഒരു സമര പരമ്പര തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.